ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഗോബി മഞ്ചൂരിയൻ വീട്ടിൽ നല്ല എളുപ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 300 ഗ്രാം കോളിഫ്ലവറാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഇത് മുറിച്ചെടുത്തത്. ഇനി ഇതിൽ 3 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ കൊണ്ട് എന്ത് ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഗോബി മഞ്ചൂരിയൻ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇപ്പോൾ ഇതിവിടെ 3 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. ഇതുപോലുള്ളൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കോളിഫ്ലവറൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂൺ മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ പകുതിയാണ് നമ്മളിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗാർലിക് പൗഡർ ചേർക്കണം. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കുക. 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ചേർക്കുക. നമ്മുടെ കയ്യിൽ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് സ്മൂത്ത് ബാറ്ററായി കിട്ടുന്നവരെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം നമ്മൾ ഒരുമിച്ച് അങ്ങ് ഒഴിക്കരുത്. കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇതൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആകുന്നവരെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു ഒഴുകി വരുന്ന പരുവത്തിലാണ് ഇത് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിരിക്കേണ്ടത്. നമ്മളെ ബാറ്ററി ഈ രീതിയിൽ കിട്ടുന്നവരെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ 3 മിനിറ്റ് തിളപ്പിച്ചെടുത്ത കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കോളിഫ്ലവർ വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കോളിഫ്ലവർ മുഴുവനായിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നമ്മളിത് ഇളക്കരുത്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിത് വറുത്തെടുക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയൊന്നും നമ്മളിതിലേക്ക് ഒഴിക്കരുത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും നമ്മളിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പുറംഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയാ സോസ് ഒഴിക്കാം.
നമ്മുടെ കയ്യിൽ ഡാർക്ക് സോയാ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയാ സോസ് ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിക്കാം. ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അധികം ഗ്രേവി ഇല്ലാതെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഗ്രേവി ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കി എടുത്തത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.